ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് പോകാൻ പോവുകയാണ്. അവിടെ ചെന്ന ശേഷം ബാക്കി നമുക്ക് നോക്കാം എന്താന്ന്. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിലാണ് അവൻ്റെ കട ഉള്ളത്. അപ്പോൾ നമ്മൾ കടയുടെ അടുത്തോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്നിട്ട് എന്താണെന്ന് നോക്കാം. എന്താണ് പരിപാടി? എന്നെ എന്തിനാണ് ഇന്ന് വിളിച്ചത്? എടാ, എനിക്കൊരു വൈഫൈ ഡോങ്കിള് നീ എനിക്കുള്ള ഒരു കമ്പ്യൂട്ടറിൽ നീ സെറ്റ് ചെയ്ത് തരണം. വൈഫൈയുടെ ഡോങ്കിള് നീ മേടിച്ചോ? വൈഫൈ ആമസോണിൽ നിന്ന് സാധനം ഓർഡർ ചെയ്തു. ഇനി ഞാൻ എത്തി. അപ്പൊ ഞാൻ നിന്നെ വിളിക്കുകയാണ്, നീ തിരക്കാണ്, ഇന്ന് വരാന്ന് പറഞ്ഞിട്ട് ഇന്നാണ് നീ വന്നത്. കുഴപ്പമില്ല, 6-ാം തീയതി സാധനമാണ്. ഞാൻ എന്തായാലും വന്നില്ലേ. നീ സാധനമാണ് എന്തരാണ്? ഞാൻ കണ്ടില്ല, നോക്കട്ടെ. ഇതാണ് നമ്മുടെ സാധനം, ആമസോണിൽ നിന്ന് വന്നിരിക്കുകയാണ്. അൺബോക്സ് ചെയ്തേ? അൺബോക്സ് ഞാൻ ഈ കവർ പൊട്ടിച്ച് സാധനം ഉണ്ടോ എന്ന് നോക്കി. സാധനം ഉണ്ടോ ഞാൻ ഇങ്ങനെ നോക്കിയെന്നല്ല, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നീ മാസ്ക് ഒന്ന് മാറ്റി. മോൻ കണ്ടില്ല. ആ ഓക്കെ, ഇനിയാണ് കേട്ടോ. ഓക്കെ, ഓപ്പൺ ചെയ്തേക്കാം. ഓ, നീ അൺബോക്സ് ചെയ്. TP Link 150 Mbps വയർലെസ് ആൻഡ് നാനോ USB അഡാപ്റ്റർ. ഇതാണ് ഐറ്റം. 3 വർഷം വാറന്റി ഉണ്ട്. സംഭവം പൊളി സാധനമാണല്ലേ. എത്ര രൂപ? ഇത് 500 രൂപ. 500 രൂപ അടുപ്പിച്ചൊക്കെ ഒന്നുമില്ലേ? കണ്ടിട്ട് കുഴപ്പമില്ല, നല്ല സാധനം എന്താണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെന്നറിയോ? ഇതിന്റെ ഈ നോബിന്റെ ഇവിടെ ഇത് സ്വർണ്ണ കളറാണ്. സാധനം എല്ലാം വെള്ളിയാണല്ലോ. ഇതാണ് വിൻഡോസ് എല്ലാം സപ്പോർട്ട് ചെയ്യും, മാക്കിൽ സപ്പോർട്ട് ചെയ്യും, ലിനക്സ് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ സാധനം അൺബോക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതിപ്പോ എന്തൊരു ചെയ്യാനാണ് ഇതാത്തല്? എനിക്ക് ഏത് കമ്പ്യൂട്ടർ ചോദിക്കാനാ? ഞാൻ പറഞ്ഞു, എന്റെ ഒരു കമ്പ്യൂട്ടറിൽ ഇത് കണക്ട് ചെയ്യണം. ഒരു കമ്പ്യൂട്ടറിൽ ഇത് കണക്ട് ചെയ്യണം. അപ്പൊ ഇവിടെ വൈഫൈ ഉണ്ട്. അപ്പൊ ഇനിയിപ്പം ഒരു കമ്പ്യൂട്ടറിൽ വൈഫൈ ഡയറക്റ്റ് കേബിൾ വഴി ലാൻഡ് വഴി കണക്ട് ചെയ്യും, മറ്റേ ഇത് വഴി നെറ്റ് കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ അൺബോക്സ് ചെയ്യട്ടോ. അൺബോക്സ്. ഞാൻ പ്രൊഫഷണൽ അൺബോക്സ്, നിന്നെ പ്രൊഫഷണൽ അൺബോക്സർ ഒന്നും അല്ല. ഓ, രാവിലെ കിടിലല്ലേ, അങ്ങോട്ട് ചെയ്യടേ. പാക്കിംഗ് ഒക്കെ നല്ലതാണല്ലേ. പാക്കിംഗ് ഉള്ളോ? ഇനി ഇത് ഓണായി വർക്കാക്കി നോക്കണം, അതാണ് ഏറ്റവും ഒരു ഇത്. കുറെ പേപ്പറും ബുക്കൊക്കെ ഇരിക്കുന്നുണ്ടോ? മാനുവലൊക്കെ അതൊക്കെ എടുത്ത് കളയടേ ഇങ്ങോട്ട്. നമുക്ക് സാധനം മാത്രം മതി. നോക്കട്ടെ. സി ഡി അല്ലേ? സാധനമില്ല മാനുവല് 150 Mbps സ്പീഡ് കിട്ടുമെന്നൊക്കെയാണ് എഴുതിക്കുന്നത്. ഈ ഇവരെന്താ എഡിറ്റ് ചെയ്തപ്പോൾ സെറ്റ് ചെയ്തായിരിക്കും. ഒരു വര കിടക്കണം. ഡിസൈൻ എനിക്കൊന്നും ഡ്രൈവ് ആയിരിക്കും. അത് ആവശ്യം വരൂല. ഓക്കെ, അത് ഊരിയിട്. അത് നീ പൊട്ടിക്കണം. അപ്പുറത്ത് ഫ്രണ്ടിലായിരിക്കും. ഇത്രയും വലിയ കൊച്ചു സാധനത്തിന് ഇത്രയും വലിയ പാക്ക്. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, സാധനം കൊള്ളാണ്ട്. സംഭവം കിടക്കാണല്ലേ. സ്വർണ്ണമാണ്. 150 ഗ്രാമെന്നാണ് ഞാനിരിക്കുന്നത്. അതെ, 150 MBPS. എനിക്ക് 150 ഗ്രാമെന്ന്. എന്തായാലും ഇതിപ്പോ ഫിറ്റ് ചെയ്യണം, അതിനാണ് നീ എന്നെ വിളിച്ചല്ലേ? കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്യണം. ഓക്കെ, അത്രേ ഉള്ളു. പൊക്കി പോണെന്നോടെ തോന്നുന്നു. അപ്പൊ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഓണാക്കാം. ഓണാക്കിട്ട് നമ്മൾ ആദ്യം കമ്പ്യൂട്ടർ ഓൺ ചെയ്യണം അല്ലേ? എന്താ അല്ല, ഞാൻ ഓൺ ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടായിരിക്കും ഓൺ ചെയ്യുന്നത്. അങ്ങനെയും ചെയ്യാമല്ലോ. അങ്ങനെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എന്തായാലും നമുക്കൊന്ന് ആദ്യം ഓൺ ചെയ്തിട്ട് നോക്കാം. ഇതൊക്കെ നീ മേടിച്ച തന്നെ ഈ കീബോർഡൊക്കെ? അത് സെറ്റായിട്ട് എനിക്ക് കമ്പനി എനിക്ക് അയച്ചു തന്നത്. വാങ്ങിച്ചേടാ. അതല്ലടാ ഉദ്ദേശിച്ച എല്ലാം കൂടെ സെറ്റായിട്ട് മേടിച്ചേടാ. ഇത് സെപ്പറേറ്റ് വാങ്ങിച്ചേടാ. ഓരോ വാങ്ങിച്ചേടാ. അത് പൊളിച്ച് ഇത് ഏത് മാസത്തെ വർക്കാണ്?
നീ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നു അനങ്ങുന്നത് അത് വർക്കിംഗ് ഉണ്ടാ ചിലന്തിയൊക്കെ ഓടി അത് വളർത്തുന്നുണ്ടാ കിട്ടുമോ. നമുക്ക് ആദ്യം ഇത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിവിടെ ഫ്രണ്ടിലാ ബാക്കിലാ കൊടുക്കുന്നത്? എനിക്ക് എവിടെയാണ് ഇഷ്ടം. USB എവിടെ കണക്ട് ചെയ്യാൻ പറ്റും അവിടെ എല്ലാം എവിടെ ആണ് കണക്ട്. അപ്പോൾ വേറെ കടയിലൊക്കെ കമ്പ്യൂട്ടർ കൊണ്ട് കണക്ട് ചെയ്തോ? എന്താടാ വേറെ കടയിലെ കമ്പ്യൂട്ടർ കൊണ്ട് കണക്ട് ചെയ്താ അവിടത്തെ കമ്പ്യൂട്ടറിൽ കിട്ടും. ഓക്കെ. പോയിന്റ് USB എവിടെയുണ്ട് അവിടെ കൊണ്ട് കുത്തിക്കൊള്ളാൻ നെറ്റ് കിട്ടുന്നു. കണക്ട് ചെയ്തപ്പോ തന്നെ ഇത് വന്നിട്ടുണ്ട് കണ്ടോ, ഏഷ്യാനെറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അത് ഇതാണ് വൈഫൈ ആണ് അത് വരും, നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡ്രൈവർ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഈ ഡ്രൈവർ ഇടുന്നതിന്റെ ഗുണം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്? ഇത് അതിന്റെ പെർഫോമൻസ് ഇത്തിരി കൂടെ കൂടി വരും, അത്രേ ഉള്ളൂ. സത്യത്തിൽ ഡ്രൈവറിന്റെ ആവശ്യമില്ല, അല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്യും. പക്ഷെ ഓക്കെ, ഇത് ഞാനാണ് സോഫ്റ്റ്വെയർ ഉണ്ട് ഇതിന് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മളിപ്പോ അതിപ്പോ ഇടാൻ പോയാണല്ലോ, അതും കൂടെ ഇട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ വേറെ സോഫ്റ്റ്വെയർ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് അതിൽ കയറി വേണമെങ്കിൽ കണക്ട് ചെയ്യാം, പാസ്വേഡ് ചെയ്യാം, സേവ് ചെയ്യാം, അങ്ങനെ കുറെ വിഷയങ്ങൾ. അല്ലെങ്കിൽ ഇപ്പൊ നെറ്റ് എടുക്കാനേ പറ്റില്ല, വൈഫൈ കണക്ട് ചെയ്ത് നെറ്റ് എടുക്കാൻ പറ്റും. പാസ്വേഡ് ഞാൻ അടിക്കാം കേട്ടോ, പാസ്വേഡ് ഞാൻ അടിക്കേ. സീഡ് സൈഡിന് വന്നിട്ടുണ്ട്. സീഡ് സൈഡ് വന്നോ? അതായത് സൈഡിന് ഈ സൈഡിന് വന്നിട്ട് DVD ഒന്നും അപ്പൊ എന്തായാലും നമുക്ക് റൈറ്റ് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം. ഓക്കെ, അല്ല ഇങ്ങനെയാണ് വേണം. ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഇത് പക്ഷെ കണക്ട് ചെയ്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ചോദിക്കണം കേട്ടോ. ഇതിപ്പോ എന്താണ് അല്ല, ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രൈവറിന്റെ അത് വന്നേക്കാണ് കണ്ട. ഇപ്പൊ കണ്ട ഇത് വെക്കുമ്പോ കണ്ട ഇൻസ്റ്റാളിന്റെ അവസ്ഥ ഇത് വേണണ്ട. ഇപ്പൊ ഇൻസ്റ്റാൾ ആവേ. ബെസ്റ്റ്. എന്തായാലും നമുക്ക് നല്ലൊരു പണി കിട്ടിയേക്കാണ്. കറണ്ട് പോയിരിക്കുകയാണ്. എന്തുവാ നീ നല്ല ഇരണല്ലേ ഓൺ ചെയ്യ. ഇനി ഒന്നും കൂടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, അതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം. നിന്റെ പരിപാടിയൊക്കെ അതുവരെ? പരിപാടിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ പോയിന്റ് വ്യൂ എന്ന പ്രോഗ്രാമിന്റെ 2ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കി പ്രോഗ്രാമുകൾ പല തന്നെ ഷൂട്ട് ചെയ്ത് ഒരുപാടൊക്കെ കയ്യിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ നവംബറോടെ എല്ലാത്തിൻ്റെ അപ്ലോഡിംഗ് ഒക്കെ തുടങ്ങും. പിന്നെ നമ്മൾ 750 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. 750 സബ്സ്ക്രൈബേഴ്സ് ആണ്, നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് അടിക്കും. അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും അവന്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും എന്തായാലും ലോഡാവട്ടെ. ആ സമയത്ത് നിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഏതൊക്കെയാണ് നീ ഇപ്പൊ അപ്ലോഡ് ചെയ്ത ഏതൊക്കെ വീഡിയോ ഒക്കെ നീ അപ്ലോഡ് ചെയ്തിട്ടാണ് നിന്റെ ചാനലിൽ? ഏതൊക്കെ വീഡിയോ? AMView എന്ന പ്രോഗ്രാമിന്റെ ഒരു 2-3 എപ്പിസോഡ് അപ്ലോഡ് ചെയ്തു. പിന്നെ അതിന്റെ പ്രൊമോ നേരത്തെ അപ്ലോഡ് ചെയ്തു. പിന്നെ ചാനലിന്റെ ലോഗോ പ്രകാശനം നമ്മൾ അപ്ലോഡ് ചെയ്തു. ചാനലിന്റെ ഫസ്റ്റ് ഒരു നമ്മൾ ഇൻട്രോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളൊരു ഷോർട്ട് ഫിലിം ചെയ്തു. കൊറോണയിലെ പുണ്യ ഷോർട്ട് ഫിലിം ചെയ്തു. ഏകദേശം 2400 വ്യൂസ് ഉണ്ട്. 2.4K വ്യൂസ് ഉണ്ട്. അതിനുശേഷം തിരുവോണത്തിന്റെ അന്ന് നമ്മളൊരു ഓണത്തിന് ആൽബം സോങ് നമ്മൾ ഇട്ടായിരുന്നു. പബ്ലിഷ് ചെയ്ത ഒരു ആൽബം ചെയ്തായിരുന്നു. അത് ഏകദേശം 1.2K ആയി അത് വ്യൂസ് കയറിയിട്ടുണ്ട്. അത് പിന്നെ അതൊക്കെ ഇപ്പൊ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പോയിന്റ് വ്യൂ എന്ന പുതിയ പ്രോഗ്രാമിന്റെ പ്രൊമോയും അതിനുശേഷം അതിന്റെ ഒരു ഫസ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്തു. അതിപ്പോ റീച്ചായി വന്നോണ്ടിരിക്കുകയാണ്. വലിയ 550 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് 550 വ്യൂസും 120 ലൈക്കും 90 കമന്റുമാണ് അതിന്റെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. നല്ലതാണല്ലോ. അതുപോലെ നിന്റെ ഈ കട എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയാണ് ഈ കട യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞ? DJ ഡിസൈൻസ് എന്നാണ്. അതിൽ തന്നെ ഉണ്ട് ഡിസൈൻസിന്റെ ഒരു കടയാണെന്ന്. നമ്മള് പ്രോ ഡിസൈൻസ് കിട്ടുന്നതാണ് സാധനത്തിന്റെ ക്യാപ്ഷൻ ടാഗ് വരുന്നത്. നമ്മൾ പ്രൊഫഷണൽ ലെവലിലുള്ള ഡിസൈൻസ് ആണ് ചെയ്യുന്നത്. അതിപ്പം എന്തോ ആയിക്കോട്ടെ, ഇപ്പം ഫ്ലക്സ് ആണ് ഫ്ലക്സ്, വിസിറ്റിംഗ് കാർഡ്, അങ്ങനെ എന്ത് ഇപ്പം വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും ഡിസൈൻസ് നമ്മൾ ചെയ്യും. അത് കൂടാതെ നമ്മൾ അഡ്വർടൈസ്മെന്റ് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. പറയാനാണെങ്കിൽ ഇഷ്ടംപോലെ സർവീസസ് ഉണ്ട്. നമ്മൾ വെബ്സൈറ്റ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ CC ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ കെയർ ഓഫ് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലക്സും വിനയിലും ഫ്ലക്സും വിസിറ്റിംഗ് കാർഡും നോട്ടീസും ബ്രോഷറും ഒക്കെ നമ്മൾ തന്നെ അടിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാഫായിട്ട് ഡിസൈനർ ഉണ്ട്. പിന്നെ എനിക്കൊരു അവിടെ ഇരിക്കണ്. പിന്നെ എനിക്കൊരു കയ്യെങ്കിലും ഒന്ന് പൊക്കി കാണിക്കണ്. എനിക്കൊരു അസിസ്റ്റന്റ് ഒരു പയ്യനുണ്ട്, അവിടെ അരുണുണ്ട്. അരുണിന് ഒരു ചാനലുണ്ടല്ലേ? അവനും ചാനലുണ്ട്, ഇലക്ട്രോടെക് മലയാളം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവ അതിന്റെ ചാനൽ, ഞാൻ ഇതിന്റെയൊക്കെ ലിങ്ക്, എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ചെക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവന്റെ ഈ വീഡിയോകളെല്ലാം, എല്ലാ വീഡിയോ ഇവൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസും കൂടെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതിന്റെ അടിയിലും കൂടെ പോയി കമന്റ് ചെയ്യുക. അപ്പൊ അവന് സന്തോഷമാവും. കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് തള്ളുന്നതിന് സന്തോഷം കൊടുക്കണമല്ലോ. ഇപ്പൊ ലൈറ്റ് ഒക്കെ ഉണ്ടല്ലേ? ലൈറ്റ് എത്തുന്നു കേസ്. ലൈറ്റ് ഒന്നും കണ്ടോ? അത് മോണിറ്ററിന്റെ അല്ല, കേബിളിന്റെ ആണെന്ന് തോന്നുന്നത്. HDMI കേബിളല്ലോ, VG കേബിളല്ലേ? അപ്പൊ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി നോക്കാം. നീ ഗീവ് അപ്പ് ഒന്നും നടത്തുന്നില്ലേ? അവിടെ 5000 സബ്സ്ക്രൈബ് ആകുമ്പോൾ നടത്തും. 5000 സബ്സ്ക്രൈബേഴ്സാ? 1K ആകുമ്പോൾ നടത്തണ്ടേ? അപ്പൊ എനിക്ക് വ്യൂസ് ഇല്ല, സംഭവം അതാണ് വിഷയം. അപ്പൊ വ്യൂസും കൂടെ വന്നിട്ട് എനിക്ക് എന്തായാലും ഇപ്പൊ ഒരു തുക കിട്ടും. ആ തുക വെച്ച് ഞാൻ എന്തായാലും ഗീവ് നടത്തും, അത് ഉറപ്പാണ്. അത് ഒന്നല്ല, 2 എണ്ണം ചെയ്യണുണ്ട്. 2 ഒത്താനും ചെയ്യണം. അരുണ് ഗീവ് ചെയ്യാൻ പോകണം 1K ആകുമ്പോ. പ്ലാനിങ് ഒക്കെ ആണ്. നമ്മള് മത്സരമാണ്, ആരാണ് ആദ്യമായിട്ട് 1K എഴുതുന്നുള്ള മത്സരമാണ്. അവന്റെ 888, എന്റത് 745. വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മാക്കിനെ കൊണ്ട്, മാക് OS-ന്, ലിനക്സിന്, അതായത് പല പല മോഡൽ കിടപ്പുണ്ട്. ഇതൊക്കെയാണ് സാധനം. നമുക്കൊന്ന് കണക്ട് ചെയ്തത്. ഇതേത് ABCD? താഴത്തെ ABCD അല്ലടാ, ABCD. പാസ്വേഡ് ആണ്. പാസ്വേഡ് അടിക്കാൻ നമ്മളുടെ ആള് വന്നിരിക്കുകയാണ്. അടിച്ചാടേ നീ? ഞാൻ കണ്ടില്ലല്ലോ നീ അടിക്കുന്നത്. തെറ്റണേ. രാവിലെടാ. നമുക്ക് ഒന്ന് യൂട്യൂബിലാണ് കയറി അടിച്ചോണ്ട്. നെറ്റുണ്ടല്ലോ? നെറ്റുണ്ട്, കണക്ട് ചെയ്ത് CD ഊരി എടുക്കാം. CD വലിയ ആവശ്യം. നെറ്റ് വന്നു. യൂട്യൂബിന് ആദ്യം വെച്ച് നോക്കാം. നമുക്ക് നമ്മളെ ചാനൽ തന്നെ അടിക്കല്ലേ. ഓക്കെ, അടക്കുന്നു നമ്മളെ ചാനൽ. സെറ്റാണ് കേട്ടോ. നമുക്കൊന്ന് സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, നമുക്ക് സ്പീഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. കിടിലോടെ 18 വരെ കയറി പോണം. എത്ര ഉണ്ടോ? 18 വരെ കയറിയിട്ടുണ്ട്. അപ്ലോഡിങ് സ്പീഡ് 3-4 ഉണ്ടല്ലേ? 3-4 ഉണ്ട്. അതൊന്ന് ധാരാളമാണ്. വീഡിയോ ഒക്കെ എളുപ്പം കയറി കിട്ടിയത്, കുഴപ്പമില്ല. അപ്പോൾ നമ്മളെ ശ്രീഹരി അൺബോക്സ് ചെയ്ത് ഇനി നമുക്ക് തിരിച്ച് പാക്ക് ചെയ്ത് വെക്കാം. യൂട്യൂബിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാക്കിംഗ് വീഡിയോ. അത് സാധനം ഇല്ലാതെ അടച്ചു വെക്കാണ്. സാധനം ഇല്ലാതെ CD-ന്റെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണ്? അത് മാനുവലാണ്, നിനക്ക് വേണമെങ്കിൽ പഠിക്കാം. അതിൽ വല്ല ഇതൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. പടങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്. അതൊക്കെ ഉള്ളു. ഇത് മാക്കിനുള്ളതാണ് കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞു. നമുക്ക് എത്ര പേരാണ്, എളുപ്പം തീരുവില്ലല്ലേ? അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഡിസൈനൊക്കെ താല്പര്യമുള്ള വല്ലതും ചെയ്യാൻ ആഗ്രഹമുള്ളവർ
ഇവന്റെ കടയിൽ വന്നതിന് അവൻ ഓഫർ തരും. പിന്നെ ബ്രോക്കർക്കിന്റെ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ മതി, എന്നിട്ട് അത് കാണിച്ചാൽ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ മതി. സ്ക്രീൻഷോട്ട് കാണിച്ചു കഴിഞ്ഞാൽ വില കുറവുണ്ട്. നീ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുക്കും? 30% വരെ ശതമാനമാണ്. 100 പണിയെടുത്ത് 70 തന്നാൽ മതി. ഓക്കെ. ആലോചിച്ച്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആർക്കെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. എന്താണ് പരിപാടി? എന്നെ എന്തിനു വിളിച്ച? ഇങ്ങോട്ട് നടന്നു. ആക്ഷൻ.